وعلى آله وصحبه أجمعين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ഓരോ നിമിഷങ്ങളും നമ്മിൽ അല്ലാഹു തആല സ്വീകരിക്കുകയും നാം അനുഷ്ഠിച്ച നോമ്പുകളും നമസ്കാരങ്ങളും മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പരിശുദ്ധമായ റമദാനിന്റെ അവസാനത്തോടുകൂടി നമുക്ക് നിർബന്ധമാകുന്ന സക്കാത്തുൽ ഫിത്റുമായി ബന്ധപ്പെട്ട ചെറിയൊരു വിവരണമാണ് ഇന്ന് നൽകാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ അതിൻ്റെ ശ്രേഷ്ഠതയും പ്രാധാന്യവും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. അല്ലാഹു തആല സക്കാത്തുൽ ഫിത്ർ കൊടുത്തു വീടി നമ്മുടെ നോമ്പുകളൊക്കെ ഏഴാം ആകാശത്തേക്ക് ഉയരുന്ന റബ്ബിന്റെ സമക്ഷത്തിലേക്ക് എത്തുന്ന തരത്തിൽ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. രാവിലെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഹിജറ 2-ാം വർഷം ചെറിയ പെരുന്നാളിൻ്റെ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമായത്. അത് ശരീരത്തിന്റെ സക്കാത്ത് എന്നാണ് അതിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ നോമ്പിൽ വന്നുപോയ വീഴ്ചകൾ, നമസ്കാരത്തിലെ സഹവിന്റെ സുജൂദ് കൊണ്ട് നമസ്കാരത്തിലെ വീഴ്ചകൾ പരിഹരിക്കപ്പെടുന്നത് പോലെ നമ്മുടെ നോമ്പിൽ വന്നുപോയ വീഴ്ചകളെ പരിപൂർണമായി മാപ്പാക്കപ്പെടുന്നതിനും പൊറുക്കപ്പെടുന്നതിനും അല്ലാഹു സംവിധാനിച്ചൊരു സംവിധാനം കൂടിയാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. അത് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിലെ മുഖ്യ ധാന്യമായ അരിയാണ്. പലരും പറയാറുണ്ട്, ഗൾഫിലൊക്കെ മറ്റേ രസീത് തരും, 10 പേർക്ക് കീറിച്ചീട്ട് തരും, സക്കാത്തുൽ ഫിത്ർ 20 രൂപ കൊടുക്കുക. അപ്പം അതൊക്കെ ഷാഫി മദ്ഹബ് അനുസരിച്ച് പാടില്ല. ഷാഫി മദ്ഹബ് അനുസരിച്ച് നമ്മുടെ നാട്ടിലെ മുഖ്യ ധാന്യമാണ്. അല്ലെങ്കിൽ എല്ലാവരും കൂടി വന്ന് കളക്ട് ചെയ്തിട്ട് 100 രൂപ തന്നാൽ നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടല്ലോ, 4 പേരുടെ സക്കാത്തുൽ ഫിത്ർ നമ്മൾ കൊടുത്തോളാം എന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ടു പോകുന്ന രീതിയൊക്കെ കാണാറുണ്ട്. ഏതായാലും നമ്മുടെ അമലുകൾ സ്വീകരിക്കപ്പെടുന്നതിനും സൂക്ഷ്മതയ്ക്കും വേണ്ടി ഓരോ വ്യക്തികളും അവരുടെ ആശ്രിതർക്ക് അവർ തന്നെ കൊടുക്കലാണ്, ധാന്യം കൊടുക്കലാണ് ഏറ്റവും കരുണീയവും സ്വീകാര്യയോഗ്യവും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആർക്കാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത്? സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത് പെരുന്നാളിന്റെ രാത്രിയും പെരുന്നാൾ ദിവസവും തനിക്കും തൻ്റെ ആശ്രിതരായി കഴിയുന്ന കുടുംബാദികൾക്കും തൻ്റെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം മുഴുവൻ കാര്യങ്ങളുമൊന്നും പരിപൂർണമായി അതിൽ നിന്നും ബാക്കി വന്നതിന് ശേഷമുള്ള തുക ആർക്കൊക്കെയുണ്ടോ, അതായത് അവൻ്റെ തനിക്കും തൻ്റെ ആശ്രിതർക്കും അന്നത്തെ പെരുന്നാൾ ദിവസത്തെ രാത്രിയിലെ ഭക്ഷണം, അന്നത്തെ ഭക്ഷണം, പാർപ്പിടം, സൗകര്യങ്ങൾ തുടങ്ങിയ കാര്യത്തിൽ നിന്നും മിച്ചം വന്നവർക്കാണ് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത്. അപ്പൊ കടമുള്ളവർക്കും സക്കാത്തുൽ ഫിത്ർ നിർബന്ധമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതിൽ നിന്നും പരിപൂർണമായി മിച്ചമുള്ള ആൾക്കാർക്ക് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാണ്. സക്കാത്തുൽ ഫിത്ർ കൊടുത്തു വീടിയിട്ടില്ല എങ്കിൽ അവരുടെ നോമ്പുകൾ സ്വീകരിക്കപ്പെടുന്നതുമല്ല. അപ്പോൾ ഇനി ആർക്കൊക്കെ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ വീട്ടില് എൻ്റെ ആശ്രിതരായി അല്ലെങ്കിൽ എൻ്റെ ചെലവിൽ എൻ്റെ ഉമ്മയുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഞാൻ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. ഇനി ഒരാളുടെ ഭാര്യയുടെ ഉമ്മയും വാപ്പയും ഒക്കെ അയാളുടെ സംരക്ഷണയിലാണ്, എന്നാൽ അവർക്കും കൊടുക്കണം. ഇനി ഒരാളുടെ വാപ്പയുടെ സഹോദരി അല്ലെങ്കിൽ ഉമ്മയുടെ അനുജത്തിമാര്, ജ്യേഷ്ഠത്തിമാരൊക്കെ ഇയാളുടെ സംരക്ഷണയിലാണ്, അവർക്കും കൊടുക്കണം. അപ്പൊ നമ്മുടെ സംരക്ഷണയിൽ ആരെല്ലാം കഴിയുന്നുണ്ടോ, നമ്മുടെ ചെലവിൽ ആരെല്ലാം കഴിയുന്നുണ്ടോ അവർക്കൊക്കെ കൃത്യമായിട്ട് സക്കാത്തുൽ ഫിത്ർ ആ ഗൃഹനാഥൻ എന്ത് ചെയ്തിരിക്കണം? കൊടുത്തിരിക്കുക. എത്രയാ കൊടുക്കേണ്ടത്? വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരാളിമുക്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ കഴിയും. എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് പഴയ കാലങ്ങളിലൊക്കെ 200-200 വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. പഴയ കാലങ്ങളിലൊക്കെ 200-200 വെച്ച് പഠിച്ച് ഇപ്പോഴും 200-200 വേണ്ടി പിശുക്ക് കാണിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 4 മുദ്ദാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു സോഅ് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഷറഇന്റെ കണക്കനുസരിച്ച് 4 മുദ്ദ് ഞാൻ അളന്നു നോക്കി. മുദ്ദ് പാത്രത്തിൽ ഞാനൊരു കടയിൽ പോയിട്ട് അവിടെയുള്ള അരി, ജയ, മട്ട, അങ്ങനെ ഒട്ടനവധി അരികൾ ഈ 4 മുദ്ദ് പാത്രത്തിൽ കോരിയിട്ട് ഞാൻ അളന്നു നോക്കിയപ്പോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മുദ്ദ് പാത്രം ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, ആ 4 പാത്രം നിറയെ മുദ്ദെടുത്തിട്ട് ഒരു സ്കെയിൽ വെച്ച് അങ്ങ് ചെത്തുക. അപ്പൊ എന്താവും? സ്കെയിൽ പോലത്തെ സാധനം വെച്ച് അങ്ങ് ചെത്തി കളഞ്ഞാൽ 4 പാത്രം മതിയാവും. നിങ്ങൾ പിന്നെ അളക്കാൻ നിൽക്കണ്ട, തൂക്കാൻ നിൽക്കണ്ട. അല്ലാത്ത നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നില്ല എങ്കിൽ ഈ 4 മുദ്ദിന് തത്തുല്യമായി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ സക്കാത്തുൽ ഫിത്ർ വീടത്തില്ല. അന്ന് ഞാൻ കൊണ്ടുപോയി കടയിൽ കൊണ്ടുപോയി, എൻ്റെ കയ്യിൽ വീട്ടിൽ മുദ്ദുപാത്രമുണ്ട്, മുദ്ദുപാത്രത്തിൽ ഞാൻ കൊണ്ടുപോയി അളന്ന് നോക്കിയപ്പോൾ 2,800 വരെ വന്നു. ഈ അരി പല തൂക്കമാണ്.
ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. ചിലത് ഞാൻ പിന്നെ നോക്കുമ്പോൾ 2,400 ഉള്ളൂ, ചിലത് 2,500 വന്നിട്ടുണ്ട്, 2,650 വന്നിട്ടുണ്ട്, ഏറ്റവും കൂടി 2,800 വരെ ഞാൻ എന്ത് ചെയ്തു, ഈ 4 മുത്ത് തൂക്കിയപ്പോൾ എന്ത് ചെയ്തു, കടയിൽ കൊണ്ടുപോയി തൂക്കിയപ്പോൾ വന്നു. അപ്പോൾ നമ്മൾ 2,400 കൊടുത്ത് എങ്ങനെ ശരിയാകും? നമ്മൾ വാങ്ങുന്ന അരി ഈ പറയപ്പെട്ടത് 2,800 വെയിറ്റ് ഉള്ള അരിയാണ് നിൽക്കുന്നതെങ്കിൽ അയാൾ 2,400 കൊടുത്താൽ അയാളുടെ സക്കാത്തുൽ ഫിത്ർ എങ്ങനെ ശരിയാകും? അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മതയ്ക്ക് വേണ്ടി നമുക്ക് 10 രൂപ കുറയലല്ല, 10 രൂപ ലാഭം പിടിക്കലുമല്ല, നാം അനുഷ്ഠിച്ച നമ്മുടെ നോമ്പുകളും ഇസ്ലാമിന്റെ ശറഈന്റെ അനുസരിച്ചുള്ള വിധി പ്രസ്താവനകൾ കൃത്യമായി നമുക്കത് കബൂലിയത്തുണ്ടാകണം. അതിനുവേണ്ടി 10 രൂപ കൂടിയാലും എന്ത് ചെയ്യാം, ഒരു അല്പം ലുബ്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. 3 കിലോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിന് റാഹത്തായിട്ട് നമ്മുടെ സക്കാത്തുൽ ഫിത്ർ എന്ത് ചെയ്യും, കബൂലാക്കപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും, പിന്നെ നാം അത് കൊടുത്ത് ശരിയായോ, ഞാൻ തൂക്കിയ മുദ്ദ് 4 മുദ്ദ് ഉണ്ടാകുമോ എന്നുള്ള ഒരു ബേജാറിലായിരിക്കും. അപ്പൊ നമ്മുടെ കബൂലിയത്തിനെ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക, 3 കിലോ എന്ത് ചെയ്യുക, കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതും കൂടിയ നമ്മുടെ ഏറ്റവും നല്ല അരി തന്നെ കൊടുക്കട്ടെ, അതിലും ലുബ്ധം പിടിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ ഏറ്റവും നല്ല അരി തന്നെ എന്ത് ചെയ്യുക, കൊടുക്കുക. ആർക്കും വേണ്ടാത്ത റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ സാധനം കിട്ടും, കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ. റേഷൻ കട കൊടുക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ സാഹചര്യമാണെങ്കിൽ കൊടുത്തോ. പക്ഷെ അത് നമ്മൾ കൊടുക്കുമ്പോൾ നല്ല അരി എന്ത് ചെയ്യുക, കൊടുക്കുക. അത് ഇസ്ലാമിന്റെ ശറഅ് നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്. അത് എപ്പോഴാണ് കൊടുക്കേണ്ടത്? നമുക്ക് സക്കാത്തുൽ ഫിത്ർ നിർബന്ധമാകുന്നത് ശവ്വാലിന്റെ പിറ ദൃശ്യമാകുക. ഒന്നുകിൽ നാളെ 29 നാളെ മഗ്‌രിബിന് ശേഷം പിറ കണ്ടു എന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാളത്തെ അസ്തമാനത്തിന് ശേഷം മുതലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സക്കാത്തുൽ ഫിത്ർ കൊടുക്കാനുള്ള സമയം ആരംഭിക്കുന്നത്. പെരുന്നാൾ നമസ്കാരത്തിന് വരുന്നതിന് മുന്നേ കൊടുക്കലാണ് ഏറ്റവും ഉത്തമമായ അതിന്റെ സമയം. ഇനി ഒരു പക്ഷേ പെരുന്നാൾ നമസ്കാരം വരെ